ഹായ് കൂട്ടുകാരെ, നമസ്കാരം. പാൽക്കപ്പയും ബോട്ടി ഫ്രൈയും തയ്യാറാക്കുന്നൊരു വീഡിയോ ആണ്. അപ്പൊ സ്വൈപ്പ് ചെയ്ത് കളയാണ്ട് ഒന്ന് കണ്ടു നോക്കണേ. ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി, സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പൊ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് അത് വഴറ്റി റെഡിയായിട്ട് വരുമ്പോഴേക്കും മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാലയും കൂടിയും ചേർത്ത് നല്ല രീതിയിൽ അങ്ങോട്ട് വഴറ്റി റെഡിയായിട്ട് വരുമ്പോഴേക്ക് ബോട്ടി നല്ല വൃത്തിയാക്കി കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി റെഡിയാക്കി എടുത്തതാണ്. അപ്പൊ അത് അതിലേക്ക് അങ്ങോട്ട് ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കണം. അപ്പൊ ഞാൻ ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് കുക്കറിലേക്ക് ഇട്ടാണ് വേവിച്ചെടുക്കുന്നത്. അതുപോലെ തന്നെ പാൽക്കപ്പ റെഡിയാക്കാനുള്ള കപ്പയും ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കി അതിനുള്ള ഉപ്പും വെള്ളം ഒഴിച്ച് അതും കുക്കറിൽ തന്നെ ഒന്ന് വേവിച്ചെടുക്കുന്നത്. അപ്പൊ ആ കപ്പ വെന്ത് കഴിയുമ്പോഴേക്കും താളിക്കാനായിട്ട് ഒരു ചെറിയ കഷ്ണം സവാള, ഇഞ്ചിയും, വെളുത്തുള്ളിയും, കറിവേപ്പിലയും നല്ലോണം ഒന്ന് വഴറ്റിയിട്ട് അതിലേക്ക് 2-3 വറ്റൽമുളകും കൂടി ഇട്ട് ഒന്നും കൂടി ഇളക്കി ആ വേവിച്ച കപ്പ അങ്ങോട്ടേക്ക് ഇട്ട് കൊടുത്ത് അത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് അങ്ങോട്ട് എടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പൊ ഇത് ടിൻഡ് തേങ്ങാപ്പാലാണ്. ഇപ്പൊ റെഡിമെയ്ഡ് ആയിട്ട് കിട്ടുന്ന തേങ്ങാപ്പാൽ ഒരു 400 ഗ്രാമോളം തേങ്ങാപ്പാൽ അതങ്ങോട്ട് ഒഴിച്ച് നല്ലവണ്ണം അങ്ങോട്ട് മിക്സ് ചെയ്ത് ഇത് തിളച്ച് വരുമ്പോഴേക്കും പാൽക്കപ്പ റെഡിയാവുക. കുക്കറിൽ ഏകദേശം ഒരു 3/4 മണിക്കൂറോളം വേവിച്ചെടുത്തപ്പോഴാണ് ബോട്ടി ഒന്ന് വെന്ത് കിട്ടുന്നത്. പിന്നെ കുക്കറിലല്ലെങ്കിൽ ഇതൊരു 2-2.5 മണിക്കൂറോളം വേവിച്ചെടുക്കേണ്ടി വരും. വെന്ത സാധനം ഒന്നും കൂടി ഒന്ന് വരട്ടിയെടുക്കാനായിട്ട് ഒരു ചട്ടിയിലേക്ക് അങ്ങോട്ട് ഇട്ട് കുറച്ച് കറിവേപ്പിലയും ഗരം മസാലയും വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ഒന്നും കൂടി ഒന്ന് ഫ്രൈ ചെയ്ത് അങ്ങോട്ട് റെഡിയാക്കി അങ്ങോട്ട് എടുത്ത് നല്ല അടിപൊളിയായിരുന്നു.